സെപ്റ്റംബർ 20 വിശുദ്ധ എവിസ്റ്റാക്യൂസും കൂട്ടരും. ട്രാജൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം. ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച ശേഷം അദ്ദേഹം എവിസ്റ്റാക്യൂസ് എന്ന നാമം സ്വീകരിച്ചു. ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ ഒരു മാനിന്റെ കൊമ്പുകൾക്കിടയിൽ ക്രൂശിത രൂപം ദർശിക്കാൻ ഇടവന്നതാണ് അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിനിടയാക്കിയത്. പിന്നീട് അദ്ദേഹം ഒരു ധനികന്റെ വയലിൽ കൂലിവേലയ്ക്ക് പോയി. അതിനിടയിൽ ചക്രവർത്തിക്കുണ്ടായ വമ്പിച്ച പരാജയങ്ങൾ അദ്ദേഹത്തെ തേടിപ്പിടിച്ച് ചക്രവർത്തിയുടെ സൈന്യാധിപനാക്കാൻ ദൈവം ഇടവരുത്തി. യുദ്ധരംഗത്ത് നിന്ന് വിജയശ്രീ ലാളിതനായി തിരിച്ചുവന്ന അദ്ദേഹത്തിന് വമ്പിച്ച വരവേൽപ്പാണ് നൽകിയത്. ചക്രവർത്തി അവരുടെ ദേവന്മാർക്ക് ബലി ചെയ്യണമെന്ന് ആജ്ഞാപിക്കുകയും എന്നാൽ അദ്ദേഹം കൂട്ടരും അതിന് തയ്യാറാവാതെ വരികയും ചെയ്തപ്പോൾ ചക്രവർത്തി അവരെ വന്യമൃഗങ്ങൾക്ക് ഇരയായി കൊടുത്തു. എന്നാൽ വന്യമൃഗങ്ങൾ അവരെ തൊട്ടില്ല. ഇതുകണ്ട് കുപിതനായ ചക്രവർത്തി അവരെ ഒരു പിത്തളക്കാളയുടെ ഉള്ളിലാക്കി അടിയിൽ തീയിട്ടു. അങ്ങനെ അവർ രക്തസാക്ഷിത്വം മകുടം ചൂടി.